ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരെ നോക്കിയിട്ട് സഹതാപം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അയ്യോ പാവം ഇവനൊന്നും പറ്റൂല, അയ്യോ പാവം എന്നുള്ളൊരു ഡയലോഗ് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇങ്ങനെ അയ്യോ നമുക്കൊന്നും പറ്റൂലല്ലോ എന്നുള്ള തോന്നൽ നമുക്ക് തന്നെ വരും. അങ്ങനെ പറയുന്ന ആള് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെ തളർത്തി അവിടെ കടത്താൻ വേണ്ടിയിട്ടാണ് അവരങ്ങനത്തെ ഡയലോഗുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൽ തകരാൻ പറ്റൂല. ശരിക്ക് നമുക്ക് വേണ്ടത് സഹതാപമല്ല, എന്താ പറയുക, ഒരു സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പഞ്ചായത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്നെ സഹായിച്ച കുറേ ടീംസ് ഉണ്ട്. പറയും യൂട്യൂബ് തുടങ്ങാൻ എന്നെ സഹായിച്ച, യൂട്യൂബ് എൻ്റെ യാത്രയിൽ കുറേ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ ഫാമിലിയിലായാലും നാട്ടുകാരായാലും കുറേ എന്നെ എന്താ പറയുക, എന്നോട് സഹകരിച്ച, എന്നോട് സ്നേഹിച്ച കുറേ ടീംസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്കതൊരു ഹാപ്പിനെസ് തന്നെയാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നെ ഗൾഫിലുള്ളവരായാലും ഡെയിലി വിളിക്കും, അന്വേഷിക്കും. അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം എന്നെ കൊണ്ടുപോയിട്ട് ഹാപ്പിനെസ് ആക്കും. നിങ്ങൾ എൻ്റെ ഗൾഫ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ് എൻ്റെ ഇടയ്ക്ക് ഞാൻ ഗൾഫിൽ എത്തിയിട്ടുണ്ട്, അതിന് വലിയ ഹാപ്പിനെസ് ആണ്. അപ്പോൾ എൻ്റെ ഗൾഫ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ട്സ് വരുന്നു, കൂട്ടിക്കൊണ്ട് പോകുന്നു, അവരെന്നെ ഹാപ്പി ആക്കുന്നു, ചില്ലാക്കുന്നു. ശരിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല. പക്ഷെ നമ്മളോടുള്ളൊരു സ്നേഹവും ഒരു ഇതെല്ലാം കൊണ്ടാണ് ആ ഒരു ചെറിയത് നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ. ചെറിയൊരു ഇതെന്ന് പറയാൻ ഞാൻ കാരണം, ചിലപ്പോൾ കാണുന്നവർക്ക് അത് വളരെ ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെപ്പോലുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ചെറിയൊരു പരിഗണന, ഒരു സ്നേഹം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും, എൻ്റെ FBയിലെ ഫ്രണ്ട്സ് ആയാലും എന്നോട് പറയുന്നൊരു കാര്യം, എടാ നീ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പാടില്ല, നിനക്ക് ഒന്നുമില്ല, നമ്മളുണ്ട് കൂടാന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അത് നമ്മളെ ഫാമിലിയിലും ഉണ്ട്, നാട്ടുകാരിലും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ FBയിലാണെങ്കിലും മലപ്പുറത്ത് എൻ്റെ റീൽസ് കണ്ടിട്ടുണ്ടാവും. മലപ്പുറത്ത് നമ്മളെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, സിദ്ദീഖ് സച്ചു. ഓനെന്നെ ശരിക്ക്, അതുപോലെ കാസർഗോഡ് നിന്ന് വന്ന നമ്മളെ എന്താ പറയുക സുബൈർ, അതുപോലെ ഫസ്റ്റ് എന്നെ കാണാൻ വന്ന നമ്മളെ ഷെരീഫ് ക, അവർക്കൊന്നും വരേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് അവർക്കറിയാം, അവരെന്നെ ഞാൻ കാണുമ്പോൾ എത്രത്തോളം ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്കെല്ലാം അറിയാം. ഞങ്ങൾ ഇത്രയും ദൂരം അവർക്ക് എന്താ വരേണ്ട ആവശ്യം? അതാണ്, അവരെല്ലാം ഒരു സ്നേഹത്തിൻ്റെയും ഇതിൻ്റെ മുന്നിലാണ്. ഞാൻ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, നമ്മളെ സ്വന്തം നാട്ടുകാരത്തെയും എൻ്റെ ഒരു പെങ്ങളെപ്പോലെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ ഇത്ത, അതുപോലെ ഷിയാബിക്ക, രണ്ടാളും നമ്മളെ നാട്ടുകാർ തന്നെയാണ്. രണ്ടാളും എന്നെ കാണാൻ വന്നിട്ടുണ്ട്, എന്നെ ഭയങ്കര കാര്യമാണ്. അവരോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വേറൊരു വ്ളോഗിൽ പറയുന്നുണ്ട്, FBയും മറ്റ് ബന്ധങ്ങളും. ജസ്റ്റ് ഞാൻ പറഞ്ഞ ഇതിൽ അതും കൂടി ഉൾപ്പെട്ടു എന്നേ ഉള്ളൂ. കാരണം എല്ലാവരും എന്നെ അത്രത്തോളം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെപ്പോലെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഹാപ്പിയാണ്, പക്ഷേ പല പല സ്ഥലത്തും പല പല ആൾക്കാരും നമ്മളെപ്പോലെയുള്ളവരെ അവഗണിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം നാട്ടിലെ ഫ്രണ്ട്സ് ആയാലും മറ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണങ്ങളും കാര്യങ്ങളൊന്നും വരുമ്പം, അല്ലെങ്കിൽ അവരെന്നെ ട്രിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. ഫാമിലിയിലായാലും അങ്ങനെ തന്നെ. ഞാനില്ലാത്ത ട്രിപ്പില്ല അവർക്ക്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക, പിടിച്ചു വലിച്ച് കൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ്. കാരണം നീ ഇല്ലാണ്ട് നമ്മൾ പോകില്ല എന്നുള്ളൊരു മൈൻഡാണ്.
അതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ മനസ്സ് നിറയുന്നത്. അപ്പം ഫ്രണ്ട്സ് ആയാലും അങ്ങനെ തന്നെ. ഫ്രണ്ട്സിന്റെ കല്യാണം വരുന്നു, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വണ്ടി വരുന്നുണ്ട്. അവർ ട്രിപ്പ് പോകുമ്പോൾ എന്നെ കൊണ്ടുപോയ കുറെ സ്ഥലങ്ങളുണ്ട്. കാരണം നീ ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല, നീ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് എന്നുള്ളൊരു മൈൻഡിലാണ് അവര് പറയുന്നത്. അപ്പൊ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, അത്രയും മനസ്സ് വരുന്നുണ്ട്. ഇതൊന്നും കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും നാട്ടില്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ കുറെ കളിയാക്കുന്നവരും ഉണ്ട്. കാരണം നീ ഇങ്ങനെ ഇപ്പൊ നിനക്ക് നടക്കാൻ പറ്റൂലല്ലോ എന്ന് കളിയാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഇതില് എന്ത് ഗ്യാരണ്ടിയാ ശരിക്കുള്ളത്? എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? കാരണം ഒരു ആക്സിഡന്റ് പറ്റിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ മതി, പറ്റാണ്ടിരിക്കട്ടെ, എന്നാലും ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല, കാലില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവിടെ ഇല്ലെങ്കിലും, എൻ്റെ അടുത്തില്ലെങ്കിലും ഇപ്പോഴും കുറെ അങ്ങനെ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാം ഇതില് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? അടുത്തവനൊരു സെക്കൻഡ് മതി മാറ്റിമറിക്കാൻ. അപ്പൊ അത് ചിന്തിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക. ഒരിക്കലും അവഗണിക്കാതിരിക്കുക. പരിഗണിച്ചില്ലെങ്കിലും അവഗണിക്കാതിരിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ചെറിയൊരു കാര്യം മതി നമുക്ക് എന്നെ പോലുള്ള കുട്ടികൾക്ക് ദേഷ്യം വരാനും സങ്കടം വരാനും സന്തോഷം വരാനും. ദേഷ്യം എന്നെല്ലാം വിചാരിച്ച ഭയങ്കര ദേഷ്യമാണ്, പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കാറുള്ളത്. പലർക്കും അനുഭവം ഉണ്ടാവും. അത് മനസ്സിനൊന്നും വെച്ചുകൊണ്ടല്ല, ആ മൊമെന്റാണ്, അത് അടക്കി വെക്കാൻ പറ്റില്ല. ഇനി ഹാപ്പിനെസ് ആയാലും ചെറിയൊരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു മിഠായിൻ്റെ ഒരു കഷ്ണം എൻ്റെ കൈ കിട്ടിയാൽ പോലും അതൊരു ഹാപ്പിനെസ് ആണ്. കാരണം അത്രക്കും ചെറിയൊരു കാര്യം മതി. അതൊരിക്കലും ആരും മനസ്സിൽ വെച്ചിട്ടല്ല ദേഷ്യം പിടിക്കുന്നതും. അപ്പം നിങ്ങൾ അതങ്ങനെ കണ്ടാൽ മതി. നമ്മളെപ്പോലത്തെ കുട്ടികൾക്ക് അതെല്ലാം ഒരു പ്രശ്നം. അത് അനുഭവിക്കുന്ന കുറെ വീട്ടുകാർ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അവരെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകുന്ന വീട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്കെല്ലാം എന്താ പറയാ, ദൈവം ക്ഷമ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. പിന്നെ തമാശക്കാണെങ്കിലും പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ പറയുന്നത്, അതായത് നിന്നെപ്പോലെ ആയാൽ മതിയും, ഒരു ജോലി ചെയ്യണ്ട, ഇങ്ങനെ അനങ്ങാണ്ടിരുന്നാൽ മതി എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, തമാശക്ക് പോലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മളെ വേദന എന്താന്നുള്ളത് നമുക്കേ അറിയും, അനുഭവിക്കണം. ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഈ അവസ്ഥയെ നമ്മളെക്കാട്ടിയും വേദനിക്കുന്നത് നമ്മളെ വീട്ടുകാർ അല്ലെങ്കിൽ മാതാപിതാക്കളാണ്. അവർക്ക് ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ദൈവം ശക്തി തരട്ടെ. അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ഞാനും ചെയ്യും. അപ്പം അതിനുള്ള കരുത്ത് എനിക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പടച്ചോൻ എന്നെ സൃഷ്ടിച്ചത് വെറുതെ അല്ല ഇങ്ങനെ നടക്കാൻ പറ്റാത്തൊരു രീതിയിൽ. പടച്ചോൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇവന് ഇന്നത് ചെയ്യാൻ പറ്റും, ഇത് അല്ലെങ്കിൽ അവന് മറികടക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലായിരിക്കില്ല പടച്ചോൻ നമ്മളെ എന്താ പറയാ പടച്ചു വിട്ടിട്ടുണ്ടാകും. ഇപ്പം നിങ്ങളെ എന്താ പറയാ, ഇവന് ഓരോരാളെ ഓരോ ഇതില് ഇതാക്കി വിടുന്നതിന്, പഠിച്ചു വിടുന്നതിന് പടച്ചോനോരോ ഇതുണ്ടാവും. അല്ലാണ്ട് വെറുതെ ഒന്നും ആരും പഠിച്ചു വിടൂല. അപ്പം നിങ്ങളെ കഴിവ് ഏതിലാണോ നിങ്ങൾ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക, വളരുക. അപ്പം എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഞാൻ പറയുന്നതിൽ പല വാക്കുകളും ഇതായിട്ടുണ്ടാവും, കാരണം എൻ്റെ മനസ്സ് അത്രക്കും നിറഞ്ഞിട്ടാണ് ഞാൻ ഓരോ വാക്കുകളും പറയുന്നത്. കാരണം ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, അതുപോലെ എല്ലാവർക്കും ഹാപ്പിനെസ് കിട്ടണം, ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരിലേക്കും എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ എല്ലാവരെ പരിഗണിക്കാത്ത കുറെ നാട്ടിൽ ഇനിയും ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ടും ആണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇടുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇതെല്ലാം
എല്ലാവരിലേക്കും എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പുറത്ത് ഇറങ്ങാൻ പറ്റാത്തതും വ്ളോഗ് ചെയ്യാൻ പറ്റാത്തതും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്.